ഹലോ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോ കണ്ടു കാണുമെന്ന് കരുതുന്നു, മഴയോർമ്മകൾ. ഇന്ന് ഞാൻ വേറൊരു വിഷയവുമായാണ് എത്തിയിരിക്കുന്നത്. ഒരു നോവലിനെ കുറിച്ച് പറയാം. അതിനു മുൻപായി ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ലോകത്താകമാനം യുദ്ധത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ്, സംഘർഷമാണ്. പ്രവാസികളെന്ന രീതിയിൽ നമ്മൾ മറ്റൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ എല്ലാ നാഷണാലിറ്റീസുമായിട്ട് സഹകരിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാക്കുകളിൽ മിതത്വം പാലിക്കുക, മറ്റൊരാളുടെ ദേശീയതയെ വില കുറച്ച് കാണാതെ, മറ്റുള്ളവരുടെ ദേശീയതയെക്കുറിച്ച് നെഗറ്റീവ് കമൻറ്റുകളൊന്നും പറയാതെ നമ്മൾക്ക് മിതത്വം പാലിച്ച് ജീവിക്കാം. ഇത്രയുമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. സംഘർഷം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ മനസ്സിന് ഒരു റിലാക്സേഷൻ കിട്ടാൻ വായന കുറച്ച് കൂടുതലായിട്ട് ഞാൻ സ്വായത്തമാക്കിയിരിക്കുകയാണ്. വളരെ കുറച്ച് ബുക്കുകളേ ഉള്ളൂ എൻ്റെ കയ്യിൽ. വായിച്ച പുസ്തകങ്ങൾ തന്നെ പിന്നെയും പിന്നെയും വായിക്കുകയാണ്. ബഗൂളിൻ്റെ കഥയാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് തന്നെ നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതി. ആശാപൂർണദേവിയുടെ പ്രഥമ പ്രതിശ്രുതി എന്ന നോവലിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടിട്ടുണ്ട്. ആശാപൂർണദേവിയുടെ തന്നെ നോവലാണ് ബഗൂളിൻ്റെ കഥ. ആശാപൂർണദേവിയുടെ നോവൽ ത്രയങ്ങളിൽ ആദ്യത്തേതാണ് പ്രഥമ പ്രതിശ്രുതി. അതിന് ജ്ഞാനപീഠം അവാർഡ് നേടിയിട്ടുണ്ട്. ഒരു കുടുംബ പരമ്പരയുടെ കഥയാണ്. പ്രഥമ പ്രതിശ്രുതിയിൽ സത്യവതി എന്ന ഒരു വിപ്ലവ നായികയെയാണ് ആശാപൂർണദേവി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ആശാപൂർണദേവിയുടെ കഥകളിലെ ഈ നോവൽ ത്രയങ്ങളിലെ കഥകളിലെ നായികമാരെല്ലാം പരിവർത്തനത്തിൻ്റെ ഒരു സാമൂഹ്യ ഘടനയുടെ പരിവർത്തനത്തിലൂടെ കടന്നു പോകുന്നവരാണ്. പ്രഥമ പ്രതിശ്രുതിയിലെ കേന്ദ്ര കഥാപാത്രമായ സത്യവതി വളരെ ഉന്നതമായ ചിന്താഗതിയും സമൂഹത്തിലെ മാറ്റങ്ങളെ സസൂക്ഷ്മം വീക്ഷിക്കുകയും അതിനനുസരിച്ച് തൻ്റെ മനസ്സിനെ പാകപ്പെടുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ്. സത്യവതിയുടെ മകളായ സുവർണലതയെ നായിക കഥാപാത്രമാക്കി അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രമാക്കിയാണ് അടുത്ത നോവൽ. സുവർണലത എന്ന് തന്നെയാണ് അതിൻ്റെ പേരും. മൂന്നാമത്തെ കഥയാണ് ബഗൂളിൻ്റെ കഥ. ബഗൂൾ എന്ന സുവർണലതയുടെ മകളെക്കുറിച്ചാണ് ആ കഥ. അനാമികാദേവി എന്ന ഒരു എഴുത്തുകാരിയായിട്ടാണ് ബഗൂൾ ഈ കഥാപാത്രത്തിൽ അവതരിക്കുന്നത്. ബഗൂൾ എന്നത് ഓമന പേര് മാത്രമാണ്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആശാപൂർണദേവി ഈ സാമൂഹ്യ പരിഷ്കരണത്തെ എല്ലാം, അതായത് സമൂഹത്തിലുണ്ടാകുന്ന ഈ പരിവർത്തനത്തെ എല്ലാം ഒരു മൂകസാക്ഷിയായിട്ട് മാറി നിന്ന് വീക്ഷിച്ചുകൊണ്ട് നമ്മളിലേക്ക് നോവലായി എത്തിക്കുകയാണ്. ഇന്ത്യയുടെ പരിവർത്തനത്തിൻ്റെ നാളുകളിലൂടെയാണ് ഈ നോവലിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അറിയുന്നത്. കൽക്കത്തയിലാണ് അല്ലെങ്കിൽ ബംഗാളിലാണ്, വെസ്റ്റ് ബംഗാളിലാണ് ഈ കഥ നടക്കുന്നതെങ്കിലും ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം നമുക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സാമൂഹ്യ അന്തരീക്ഷത്തിന് പുറമെ കാവ്യാത്മകമായ ഭാഷയും സാഹചര്യങ്ങളും എല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഞാൻ ഈ നോവലിലെ ഒരു ഭാഗം ഒന്ന് വായിക്കാം. ഞാൻ നോക്കി വായിക്കുകയാണ്. നേരം
സന്ധ്യയാവുന്നു. ഇപ്പോൾ ഗംഗയുടെയും ഗംഗാതീരത്തിൻ്റെയും ശോഭ കിടയറ്റതാണ്. ഈ ശോഭയുടെ അവസാനത്തെ തുള്ളി പോലും ആസ്വദിച്ചിട്ടേ കൊച്ചേച്ചി വരാന്തയിൽ നിന്ന് എഴുന്നേൽക്കുകയുള്ളൂ. പാറുൾ എന്നാണ് അവരുടെ പേര്. അവരെ ആ പേര് വിളിക്കാൻ ഇവിടെ ആരുമില്ല. ഇതാണ് അവരുടെ പൂജയും ധ്യാനവും. ഇതാണ് അവരുടെ ലഹരി. വെയിലിൻ്റെ തീഷ്ണത കുറഞ്ഞു തുടങ്ങിയാൽ ഗംഗാതീരത്തെ ഈ വരാന്തയിൽ വന്നിരിക്കും. കയ്യിൽ ഏതെങ്കിലും പുസ്തകം കാണും, എങ്കിലും അത് വായിക്കാറില്ല. ആ സമയത്ത് ഗംഗയെപ്പോലെ ഏതോ അതലത്തിൽ അവർ സ്വയം മുങ്ങിപ്പോകുന്നു. ഗോതമ്പിൻ്റെ നിറം, ദീപ്തമായ മുഖം, കട്ടി കുറഞ്ഞ ചുരുണ്ട മുടി, ഒരാഭരണവും അണിയാത്ത മെലിഞ്ഞ ദേഹം, തൂവെള്ള സാരിയും ബ്ലൗസുമാണ് വേഷം. പാലിൻ്റെ നിറത്തേക്കാൾ വെണ്മ. ചുറ്റുമുള്ള വീടുകളിലെ സ്ത്രീകൾ നടക്കാനിറങ്ങും, ഭർതൃമതികളും വിധവകളും. അവരിൽ പലരും വെള്ള വസ്ത്രം ധരിക്കാറുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ അവരുടെ വസ്ത്രത്തിൻ്റെ വെണ്മ നിഷ്പ്രഭമായി പോകും. അവർ ആശ്ചര്യത്തോട് ചോദിക്കും, ചേച്ചിയുടെ തുണികൾ അലക്കുന്ന അലക്കുകാരൻ ആരാണ്? ഓ, എന്തു വെണ്മ! വീട്ടിൽ നിൽക്കുമ്പോഴും ഇത്രയും വെണ്മയും വെടിപ്പും ഉണ്ടാകുന്നതെങ്ങനെ? ഞങ്ങൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തുണികളുടെ കാര്യം ഗതികേടാകും. ഇതെല്ലാം കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് കൊച്ചേച്ചി പറയും, എൻ്റെ അടുക്കളയിൽ ഇത്രയ്ക്ക് ഭാരമുണ്ടോ? മിതഭാഷയാണ് കൊച്ചേച്ചി. പല കാര്യങ്ങൾക്ക് ഒന്നോ രണ്ടോ വാക്കിൽ മറുപടി പറയും. സന്ദർശകരായ സ്ത്രീകൾ ധാരാളം സംസാരിക്കും. ഒടുവിൽ ഞങ്ങൾ ചേച്ചിയുടെ ധാരാളം സമയം പാഴാക്കി, ഇനി പോകട്ടെ എന്ന് പറഞ്ഞ് യാത്രയാകും. കൊച്ചേച്ചി അപ്പോഴും ചിരിച്ചു കൊണ്ട് പറയും, എൻ്റെ സമയം, എനിക്കെപ്പോഴും സമയമുണ്ട്. പോകാനൊരുങ്ങുന്ന സ്ത്രീകൾ തിരിഞ്ഞു നിൽക്കും. എന്നിട്ട് അല്പം അസൂയയും അല്പം പ്രശംസയും കലർന്ന സ്വരത്തിൽ പറയും, ചേച്ചിക്ക് ഇത്രയും സമയം എങ്ങനെ കിട്ടുന്നു? ഞങ്ങൾക്കാണെങ്കിൽ അല്പം സമയം കണ്ടെത്താൻ എന്തു പ്രയാസം. പ്രാരാബ്ധം തീർന്നിട്ട് വേണ്ടേ? കൊച്ചേച്ചിക്ക് അവരോട് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാം, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകാതിരിക്കുന്നത് എങ്ങനെ? നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള ജോലി എത്ര വലുതാണ്. നിത്യവും ഗംഗാസ്നാനം, എല്ലാ അമ്പലങ്ങളിലെയും വിഗ്രഹങ്ങളുടെ അനുഗ്രഹം തേടൽ, ഭാഗവത പാരായണവും ശ്രവണവും, പിന്നെ വീട്ടിൽ വച്ചിരിക്കുന്ന അനവധി ദേവീദേവന്മാരെ മാല ചാർത്തൽ, ജപമാല കയ്യിൽ പിടിച്ചുകൊണ്ട് നാമം ജപിക്കൽ. ദിവസവും ഇത്തരം ദിവ്യ നൈവേദ്യങ്ങൾക്ക് ശേഷം നിങ്ങൾ നശ്വരമായ ഇഹലോക പ്രാരാബ്ധങ്ങളിൽ മുഴുകും. അതിനും പുറമെ മനഃപൂർവ്വം ജോലി കൂടുതൽ ഉണ്ടാക്കാനുള്ള ശീലവും. നിറഞ്ഞ കുടം വീണ്ടും നിറച്ചു വയ്ക്കുക, വൃത്തിയാക്കി വച്ചിരിക്കുന്ന പാത്രങ്ങൾ വീണ്ടും തേച്ച് വൃത്തിയാക്കുക, അലക്കിയ വസ്ത്രങ്ങൾ അലക്കിയില്ലെന്ന് വിചാരിച്ച് വീണ്ടും അലക്കുക, നിസാര കാര്യങ്ങൾ പെരുപ്പിച്ച് വിശ്രമസമയം കൊല്ലുക, കല്ലും കട്ടയും കലർന്ന ഒരു പിടി അരിയോ ഒരു ചിരട്ട കൽക്കരിപ്പൊടിയോ നിങ്ങൾക്ക് സമയത്തേക്കാൾ കൂടുതൽ വിലപിടിപ്പുള്ളതായി തീരുന്നു. ഇതൊക്കെ പറയാവുന്ന കാര്യങ്ങളാണെങ്കിലും കൊച്ചേച്ചി പറയുകയില്ല. അവർ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയും, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളും എൻ്റേതുമായി വല്ല സാമ്യമുണ്ടോ? എനിക്ക് കുടുംബം തന്നെയുണ്ടോ? തന്നെയും തൻ്റെ ജീവിത രീതിയെയും സംബന്ധിച്ച കാര്യങ്ങളെപ്പറ്റി പറയാൻ കൊച്ചേച്ചിക്ക് മടിയുണ്ട്. ഇന്ന് എന്താണ് കൂട്ടാൻ എന്നാരെങ്കിലും ചോദിച്ചാൽ ലജ്ജ കാരണം അതിന് മറുപടി പറയാൻ മടിക്കും. അവരുടെ താലത്തിൽ ഒന്നിൽ കൂടുതൽ കറികൾ ഉണ്ടാവുകയില്ല. അവധിക്ക് മക്കളാരെങ്കിലും വന്നാൽ പുത്രന്മാർ 2 പേരും വെളിയിലാണ്. അവധിയാകുമ്പോൾ കൽക്കത്ത അവരെ ആകർഷിക്കുന്നു. അവധിയായാലുടൻ ഭാര്യയെയും മക്കളെയും കൂട്ടി തീവണ്ടിയിൽ കയറും. ചലോ കൽക്കത്ത. 2 പേരുടെയും ഭാര്യാഗൃഹവും കൽക്കത്തയിലായതുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. ഭർത്താവിന് അവധി കിട്ടിയാൽ ഭാര്യയ്ക്ക് മാതൃഗൃഹത്തിലേക്ക് പോകാനാണ് വെമ്പൽ. അനാദികാലം മുതൽ ഇതാണ് പതിവ്. ദുർഗാദേവി തന്നെ അതിന് തെളിവ്. ചില്ലയിൽ നിന്ന് അടർന്നു വീണ പൂവിൻ്റെ മനസ്സിലെന്താണെന്ന് ആർക്കും അറിയാൻ പാടില്ല. എന്നാൽ വൃന്ദത്തിൽ നിന്ന് അടർന്നുപോയ സ്ത്രീ സമൂഹത്തിൻ്റെ കഥനകഥ മാതൃഗൃഹത്തിനോടുള്ള അവരുടെ മമത കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. മമത തീർച്ചയായും ഉണ്ടാകും. ശൈശവത്തിൻ്റെ സുവർണകാലം
ഓർമ്മയുടെ സുഗന്ധമായി പ്രസരിക്കുന്ന കൗമാരത്തിൻ്റെ നിറപ്പകിട്ടാർന്ന ദിവസങ്ങൾ തിളങ്ങി നിൽക്കുന്ന ആനന്ദം അലതല്ലുന്ന സ്വന്തം വീട്ടിലെത്താൻ മനസ്സ് വെമ്പാതിരിക്കുമോ? അവിടെ ചെന്ന് നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ അങ്ങോട്ടുള്ള ആകർഷണം പ്രബലമാകാതിരിക്കുന്നതെങ്ങനെ? അതിനാൽ ഭർത്താവിന് അവധി കിട്ടുമ്പോൾ ഭാര്യ പറയും, അവധിക്ക് കാശ്മീരിൽ പോകുന്ന കാര്യം പറഞ്ഞല്ലോ, പക്ഷേ വളരെ കാലമായി അമ്മ പറയുന്നു. ഇങ്ങനെ പോകുന്നു ബഗുളിൻ്റെ കഥയിലെ ഒരധ്യായം. അതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു അധ്യായമാണിത്. അതിൽ സ്ത്രീകളുടെ മനസ്സിനെക്കുറിച്ച് വളരെ ആഴത്തിൽ സ്പർശിച്ചുകൊണ്ടാണ് ആശാപൂർണദേവി എഴുതിയിരിക്കുന്നത്. സ്വന്തം വീട്ടിൽ നിന്ന് താൻ അത്രനാളും ജീവിച്ച സാഹചര്യത്തിൽ നിന്ന് തൻ്റെ വേര് അറുത്തു മാറ്റിക്കൊണ്ടാണ് ഒരു സ്ത്രീ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് താമസം മാറുന്നത്. എന്നിരുന്നാലും അവളുടെ മനസ്സ് എപ്പോഴും സ്വന്തം വീട്ടിലെ അംഗങ്ങളെക്കുറിച്ചും ആ വീടിൻ്റെ ഓരോ ആ വീടിൻ്റെ ഓരോ സാഹചര്യങ്ങളും ഓരോ മുക്കും മൂലയും അല്ലെങ്കിൽ ആ വീട്ടുമുറ്റത്തെ ഓരോ മണൽത്തരിയെയും അവൾ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് യാത്രയാവുന്നത്. ഓരോ തിരിച്ചുപോക്കും അവൾക്ക് ഉത്സവം തന്നെയാണ്. ആ സാഹചര്യത്തിലെ സ്ത്രീയുടെ മനസ്സ് വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ആശാപൂർണദേവി അനാമികാദേവി എന്ന ഈ കഥാപാത്രത്തിലൂടെ നമ്മളിലേക്ക് പകർന്നു തരുന്നത്. ഇതിൻ്റെ വായന തുടരുന്നതാണ്. ഇതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.